നമ്മളന്ന് പെയിൻ്റൊക്കെ അടിച്ച് മനോഹരമാക്കിയിട്ട് നമ്മുടെ സ്റ്റാൻഡിനൊരു സ്ഥാനം കൊടുക്കണമല്ലോ അല്ലേ? ഇന്നത്തെ ഉദ്ദേശം അപ്പോൾ സ്റ്റാൻഡിന് നല്ലൊരു സ്ഥാനം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സ്റ്റാൻഡ് വെക്കാൻ ഉദ്ദേശിക്കുന്ന ഏരിയ ഇതാണ്. ഇവിടെ ആകെ അലങ്കോലമായി കിടക്കുകയാണ്. അപ്പോൾ ഈ ഏരിയ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ സ്റ്റാൻഡ് എടുത്ത് അതിനെ ക്ലീൻ ചെയ്ത് പെയിൻ്റൊക്കെ അടിച്ചെടുത്തത്. ഈ വോള് ആകെ പായലൊക്കെ പിടിച്ച് നാശമായി കിടക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഈ വോളൊന്ന് കഴുകി നമുക്ക് പായലൊക്കെ കളഞ്ഞ് ഒന്ന് നീറ്റാക്കിയതിന് ശേഷം വേണം നമുക്ക് പെയിൻ്റ് അടിക്കാനായിട്ട്. ആകെ മൊത്തം പായലാണേ, നല്ല പൊടിയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കണം. വോളൊക്കെ കഴുകിയെടുക്കണമെങ്കിൽ ഞാൻ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ വെള്ളം ചീറ്റുന്ന മെഷീൻ കൊണ്ടുവന്നു. ആദ്യം നമ്മൾ അതിനകത്ത് ഇട്ടിരുന്നത് വെച്ച് ഒഴിച്ചപ്പോൾ അതിനെന്താണ് പറയേണ്ടതെന്ന് ഞാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ അത് നല്ല സ്പ്രെഡ് ചെയ്താണ് വീഴുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ ഫോഴ്സ്ഫുള്ളി വീഴുന്ന അത് തന്നെ ഇട്ടിരുന്നാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അത് എടുത്തുകൊണ്ട് വന്നു. അതുകൊണ്ട് വന്നാൽ പിന്നെ മോനാണ് അത് വെച്ചിട്ട് കൈകാര്യം ചെയ്യാൻ ഇഷ്ടം. പിന്നെ നമുക്കൊന്നും തരില്ല. അവൻ വെച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് പെട്ടെന്നൊന്നും പണി തീരില്ല എന്നതുകൊണ്ട് വഴക്കിട്ടിട്ടാണെങ്കിലും ഞാനത് കൈക്കലാക്കി അങ്ങനെ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലെ വോള് നമുക്ക് പെയിൻ്റ് അടിച്ചെടുക്കണം. നമ്മൾ പുട്ടിയാണ് മേടിച്ചിട്ടുള്ളത്, വൈറ്റ് പുട്ടി. ഈ വൈറ്റ് പുട്ടി നമുക്ക് ആവശ്യത്തിന് ഇട്ടതിന് ശേഷം എത്ര ആവശ്യമുണ്ടെന്നൊക്കെ ചോദിച്ചാൽ എനിക്കൊരു കൃത്യമായ അളവൊന്നും ഇല്ല. ഇതുപോലെ നമ്മൾ ദോശയ്ക്കൊക്കെ കലക്കുന്നത് പോലെ കലക്കുക. അപ്പോൾ കലക്കിയിട്ട് ശരിയാവാത്തത് കാരണം പിന്നെ ഞാൻ മേടിച്ചു. നമുക്കാണല്ലോ ഈ ദോശമാവൊക്കെ മിക്സ് ചെയ്ത് നല്ല ശീലമുള്ളതല്ലേ. ഇതിപ്പോൾ നമ്മുടെ ഗോതമ്പ് ദോശയുടെ മാവ് പോലെയല്ല, അരിപ്പൊടിയുടെ മാവ് പോലെയല്ല, നല്ല മൈദ മാവ് കലക്കുന്നത് പോലെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നല്ല തിക്കായിട്ട് ഇരിക്കുമായിരുന്നു. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ടി വന്നു. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ടേ. നമുക്ക് പുട്ടി കലക്കിയുള്ള ശീലം ഇല്ലെങ്കിലും ഈ ദോശമാവൊക്കെ കലക്കിയുള്ള നല്ല ശീലം ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു. ഏകദേശം ഒരു പരുവത്തിന് ഞാൻ അതിനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വോളിൽ ഇതൊന്ന് അടിച്ചു നോക്കാം. സത്യം പറയാലോ, ഞാൻ ശരിക്കും ഇത് അടിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് നമ്മൾ സാധാരണ പെയിൻ്റ് അടിക്കുന്ന പോലെ അത്ര ഈസി അല്ല ഈ പുട്ടി മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലുള്ള വോളിൽ പെയിൻ്റ് അടിക്കുക എന്നുള്ളത്. ഫസ്റ്റിലത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വോള് ഫിനിഷിങ് അല്ല, നമ്മളത് സിമെൻറ്റ് വെച്ച് തേച്ചിട്ടൊന്നും ഇല്ല, നമ്മുടെ കട്ട മാത്രം കെട്ടിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ എത്ര നോക്കിയിട്ടും ആ പെയിൻറ്റ് അങ്ങോട്ട് പിടിക്കുന്നേ ഉണ്ടായിരുന്നില്ല. അതിനി എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് പെയിൻ്റ് അടിച്ച് ശീലമില്ലാത്തത് കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ മിക്കവാറും അതാകാനാണ് ചാൻസ് കേട്ടോ. ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തരാൻ വന്നു. പക്ഷെ നന്നായിട്ട് അടിക്കുന്നുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ അന്തിച്ച് നിന്ന് പോയി. ഇങ്ങനെയാണല്ലേ ചെയ്യാനുള്ളത്. അപ്പോൾ എന്നെക്കൊണ്ട് ശരിക്കും അറിയാഞ്ഞത് കൊണ്ടാണ് എന്നുള്ളതിൽ ഞാൻ കുറേ സമയം നിന്നു. അങ്ങനെ കുറച്ച് സമയം നല്ലതായിട്ട് അടിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തിയപ്പോൾ പുള്ളിക്കാരൻ കുറേയൊക്കെ അങ്ങ് അടിച്ചു തന്നു. പക്ഷേ ആ പെയിൻറ്റ് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം കുറച്ചും കൂടി കട്ടി വേണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ കുറച്ച് പുട്ടിയും കൂടി ഇട്ടൊക്കെ കലക്കി എടുത്തുകൊണ്ടൊക്കെ വന്നിട്ടുണ്ട്. അത്രയൊക്കെ കാണിച്ചു തന്നിട്ട് അങ്ങ് പോയി കേട്ടോ, വേറെ എന്തോ പണിക്കായിട്ട്. പിന്നെ ഞാൻ തന്നെ അടിക്കേണ്ടി വന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്കിത് അങ്ങോട്ട് ശരിയാവുന്നതേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ മോനെയും കൂടെ കൂട്ടി പിടിച്ചിട്ടുണ്ട്. ഒരു പഴയ ബ്രഷ് കിടന്നത് അവനെ ഏൽപ്പിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എന്നെക്കാളും വൃത്തിയായിട്ട് അവൻ അടിക്കുന്നുണ്ടെന്നേ. അങ്ങനെ പിന്നെ കുറേ സമയം ഞാനും മോനും കൂടിയൊക്കെ അടിച്ചു. ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന പണിക്ക് കയ്യാളായിട്ട് എന്നെ വിളിക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഇടയ്ക്ക് അവിടെയും പോകുന്നുണ്ടായിരുന്നു, ഇവിടെയും നിൽക്കുന്നുണ്ടായിരുന്നു. നല്ല വെയിലായിട്ടുണ്ട്. ചെയ്യണം. സൺഡേ ആണോ അതോ ഹർത്താലിൻ്റെ ഡേ ആണോ എന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പാവത്തിന് ഒരു അവധി ദിവസം പോലും ഞാൻ വെറുതെ ഇരുത്താറില്ല. ഞാനും വെറുതെ ഇരിക്കാറില്ലല്ലോ. അപ്പോൾ പിന്നെ കൂടെ പണിയട്ടെ അല്ലേ. അങ്ങനെ മക്കളെ, ഈ പെയിൻ്റ് അടി അത്ര ഈസി അല്ല എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കി. വീണ്ടും ഞാൻ സോപ്പിട്ട് ചാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പുള്ളിക്കാരനെ എന്തായാലും ഫാസ്റ്റായിട്ട് നല്ല നീറ്റായിട്ട് ചെയ്യുന്നുണ്ട്. ഒരു വോള് അവർ രണ്ടും കൂടെയൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്ന വോളിൽ നല്ല ഡയറക്റ്റായിട്ട് സൺലൈറ്റ് അടിക്കുന്നുണ്ട്. എന്തായാലും അവിടെ നിൽക്കാൻ പറ്റില്ല. നല്ല ചൂടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ തലയൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നത്. അങ്ങനെ ഒരുവിധം അവിടെയൊക്കെ 2 വോളും പെയിൻ്റ് അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഏരിയ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം.
അപ്പോൾ അവിടെ കുറേ പ്ലാന്റ്സ് നമ്മൾ വേറൊരു ഏരിയ ക്ലീൻ ചെയ്തപ്പോൾ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടതാണ്. അന്ന് മുതലേ ഇവിടെ നമ്മൾ ഈ കാര്യം വിചാരിക്കുന്നതാണ്, പക്ഷേ ഓരോരോ കാരണങ്ങളാൽ ഇങ്ങനെ നീണ്ടു പോയി കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ ഒന്ന് റെഡിയാക്കിയിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. അങ്ങനെ നമുക്ക് ഈ പോട്ട്സിനെ എല്ലാം അങ്ങോട്ട് മാറ്റി ഇവിടെ ഒന്ന് തൂത്ത് ക്ലീൻ ചെയ്യണം. ഞാൻ നേരത്തെ എടുത്തുകൊണ്ട് പോയ ആ തടിയുണ്ടല്ലോ, അതിനകത്ത് നമ്മൾ ഒരു പ്ലാന്റ് നട്ട് വെച്ചിരുന്നതാണ്. അതിനെയും ഇനി പെയിൻ്റൊക്കെ അടിച്ചൊന്ന് സെറ്റാക്കണം. ഇനി നമുക്കിവിടെ ഒന്ന് തൂത്ത് വരാൻ കേട്ടോ. ഈ കരിയിലൊന്നും നമുക്ക് കളയേണ്ട ആവശ്യമില്ല. എല്ലാം നല്ല വൃത്തിയായിട്ട് അങ്ങോട്ട് തൂത്ത് കൂട്ടി പ്ലാസ്റ്റിക്കൊക്കെ അങ്ങോട്ട് പറക്കി മാറ്റിയതിന് ശേഷം നമ്മുടെ കമ്പോസ്റ്റ് ചാക്കിലേക്ക് നിറയ്ക്കുക. എന്തെങ്കിലും പുല്ലൊക്കെ ഉണ്ടെങ്കിലും അക്കൂട്ടത്തിൽ ഇടാൻ കേട്ടോ. അപ്പോൾ പുല്ലെല്ലാം ഉള്ളതും ഞാൻ പറിച്ചു കൂട്ടിയിട്ടുണ്ട്. എത്ര നോക്കിയാലും നമുക്ക് പ്ലാസ്റ്റിക്കുകൾ വരും. നമ്മൾ കഴിഞ്ഞ ദിവസം ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്തപ്പോൾ അതിൻ്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വന്ന പ്ലാസ്റ്റിക്കൊക്കെയാണ്. ഞാൻ അപ്പോൾ തന്നെ കുറേ എല്ലാം നമ്മുടെ പ്ലാസ്റ്റിക് കൊടുക്കുന്ന ചാക്കിനകത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ശ്രദ്ധിക്കാതൊക്കെ പറന്നു പോയ കുറച്ച് പ്ലാസ്റ്റിക്കുകളാണ്. അതെല്ലാം വീണ്ടും ഞാൻ പ്ലാസ്റ്റിക് കൊടുക്കുന്ന നമ്മുടെ ചാക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. മോൻ നമുക്ക് കരിയില വാരം കൊട്ട എടുത്തുകൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ. ഓരോ ആവശ്യത്തിനും നമ്മളിതുപോലെ മോനെ വിളിച്ചുകൊണ്ടിരിക്കും. പാവം ചില സമയങ്ങളിൽ കുറച്ച് ദേഷ്യപ്പെട്ടാലും എടുത്തോണ്ട് തരും കേട്ടോ. അവസാനം ഇതിനകത്ത് നിന്ന് ഓരോ കൊട്ട വാരി ചാക്കിക്കൊണ്ട് നിറയ്ക്കുന്ന ബുദ്ധിമുട്ടായത് കാരണം ഞാൻ ഒരു ചാക്കിങ് എടുത്തിട്ടുണ്ട്. ഒരു ചാക്കെല്ലാം നിറയ്ക്കാനുള്ള കരിയില ഇവിടെ നിന്ന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് മുന്നേ ഒരു മാവ് ഉണ്ടായിരുന്നു. ആ മാവ് കേട് വന്നപ്പോൾ മുറിച്ച് കളഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ആ കുറ്റി ചെതലെടുത്ത് ഇതുപോലെ ഇങ്ങനെ നിപ്പുണ്ട്. ആ കുറ്റിയിൽ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ പ്ലാന്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ടിന്യൂസ് മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയപ്പോഴത്തേനും അത് ചെതലെടുത്ത് നാശമായി. അങ്ങനെ ഏകദേശം നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ സ്റ്റാൻഡ് എടുത്ത് നമുക്ക് ആ വോളിൻ്റെ അടുത്തേക്ക് ചേർത്ത് വെക്കണം. അതിനിപ്പോൾ എന്നെ കൊണ്ട് സാധ്യമല്ല, ഒറ്റയ്ക്ക് സാധ്യമല്ല. ഞാൻ വീട്ടിൽ പോയി ഇക്കായെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ അവിടെ തനിയെ അത് വെക്കാൻ പറ്റില്ല. കാരണം അതൊന്ന് ഫിക്സ് ആയിട്ട് ഇരിക്കണമെങ്കിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അവിടെ വെച്ചിട്ട് അതിൻ്റെ 4 കാലും ഇറങ്ങി നിൽക്കത്തക്ക രീതിയിൽ ഒരു ചെറിയ കുഴി കുഴിച്ച് അതിനകത്തേക്ക് ഇറക്കി നിർത്തി ഉറപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം സ്റ്റാൻഡ് ഒന്ന് എടുത്തു വെച്ചു, ഒന്ന് മാർക്ക് ചെയ്തു നമുക്ക് എവിടേക്കാണ് ഹോൾ ഇടേണ്ടതെന്ന്. എന്നിട്ട് ചെറുതായിട്ട് അവിടെ ഹോൾ ഇട്ടു. അവിടെ നല്ല ഉണങ്ങി കിടക്കുന്ന കാരണം ഹോൾ ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ പിന്നെ കുറച്ച് വെള്ളമൊക്കെ കൊണ്ടുവന്ന് ഒഴിച്ചിട്ടുണ്ട്. അതായത് അവിടെ മൊത്തം കല്ലും അവിടെ കുറേ വേസ്റ്റ് കല്ലുകളും ടൈലിൻ്റെ പീസുകളും ഒക്കെ കിടക്കുകയാണേ. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി എന്തായാലും 4 ഹോളൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഈ മരക്കുറ്റി അവിടെ നിൽക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ലേ. അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് തട്ടിക്കളയണമെന്ന് ഞാൻ പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ ചോദിച്ചു, നമ്മുടെ മറ്റേ തടിയൊക്കെ കട്ട് ചെയ്യുന്ന സാധനം വെച്ച് കട്ട് ചെയ്താൽ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഇക്ക പറഞ്ഞു, ആ കമ്പി വെച്ച് നീ അതിനെ 1-2 തട്ടങ്ങ് കൊടുക്കാൻ. ഞാൻ എന്തായാലും ആ വാക്ക് പാലിച്ചു. 1-2 തട്ട് തട്ടിയപ്പോഴേക്കും ദേ കിടക്കണു നമ്മുടെ തടി. ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇത്രയ്ക്ക് ഉളുത്തിരിക്കുകയാണെന്നുള്ള കാര്യം. അങ്ങനെ അത് നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഹോളൊക്കെ ഇട്ട് അതിലേക്ക് സ്റ്റാൻഡ് ഇറക്കി വെച്ച് നോക്കാം. ഇറക്കി വെച്ച് നല്ല സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് കല്ലും കൂടെയൊക്കെ ഇട്ട് ഉറപ്പിച്ച് വെക്കാം. എന്തായാലും ഇവിടെ ഇങ്ങനെ വെച്ചപ്പോൾ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കും ആ സ്റ്റാൻഡിന് വൈറ്റ് പെയിൻറ്റ് കൊടുക്കാനാണ് ആദ്യം ഉദ്ദേശിച്ചത്. പിന്നെ എന്തായാലും ഈ കളർ കൊടുത്തപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ട കാരണം അതിൻ്റെ പുറത്തോടി വൈറ്റ് കോട്ട് അടിച്ചില്ല എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വൈറ്റ് വോളിനെ ചേർത്ത് ഈ കളർ സ്റ്റാൻഡ് ഇങ്ങനെ വെച്ചപ്പോൾ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി. നിങ്ങൾക്ക് എങ്ങനെയാണ്, ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. ഡാൻസൊക്കെ അറേഞ്ച് ചെയ്യുന്ന വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം വരാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ ബൈ.